തിരുവനന്തപുരത്തെ ഒരു മാപ്രച്ചയ്ക്ക് ചൊറിഞ്ഞിട്ടിരിക്കാൻ വയ്യ. കാരണം വി രാജേഷ് അധികാരത്തിൽ വന്നതിൻ്റെ കണ്ണ് കടി അങ്ങോട്ട് മൂത്തിട്ട്. അപ്പോൾ മഴ പെയ്ത് ഈസ്റ്റ് ഫോർട്ടിൽ, അതായത് നമ്മുടെ കിഴക്കേക്കോട്ട പരിസരത്ത് വെള്ളം കെട്ടി, ഇത്ര വെള്ളം നിറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മേയറെ വിളിച്ചിട്ട് ചോദിച്ചാൽ, നിങ്ങൾ ഭരിക്കുന്നതല്ലേ, എന്നിട്ട് ഇവിടെ വെള്ളം കെട്ടി നിങ്ങൾ കാണുന്നില്ലേന്ന്. അപ്പോൾ കണ്ണ് കാണാതിരിക്കാൻ കണ്ണുമുട്ടണമെന്നും അല്ല എന്ന് തിരിച്ച് വേറെ വല്ല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ചാനൽ എഴുതിയിരിക്കുകയാണ്, മാറാത്തത് മാറുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു, നാറാത്തത് നാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ മാപ്രകൾക്ക് ചൊറിഞ്ഞിട്ടിരിക്കാൻ വയ്യ എന്നുള്ളതല്ലേ ഇവരുടെയൊക്കെ അസ്കിതയുണ്ടല്ലോ. ഈ അസുഖം മൂത്തിട്ട് കുരു പൊട്ടുന്നതാണല്ലോ, കുരു എവിടെയെന്ന് നമ്മൾ പറയുന്നില്ല, നമ്മുടെ സംസ്കാരം. അപ്പോൾ ഇത്രയ്ക്ക് വിവരം കെട്ട ഈ ജന്തുക്കളോടും ഈ മേയർ നല്ല രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയല്ല കണക്കിന് കൊടുക്കണ്ടേ ഇത് പ്രിയൻ? നമ്മളിപ്പോൾ സതീശിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ വന്നിട്ടുള്ള അദ്ദേഹത്തിന് ഭരിക്കാനൊരു അവസരം കൊടുക്കണം. ഹണിമൂൺ പീരീഡ് 6 മാസമെങ്കിലും. അത് തന്നെയല്ലേ ശ്രീ രാജേഷിൻ്റെ കാര്യത്തിലും. 6 മാസമൊന്നും ആയില്ലല്ലോ. എന്ത് മാത്രം ഒരു മനുഷ്യൻ വീണ് മരിച്ചാണ് ഈ ആമയിഴഞ്ചാൻ തോടെന്ന് പറഞ്ഞ സ്ഥലമല്ലേ. ഞാനിവിടെ കൗൺസിലറായിരുന്നു കൊച്ചി കോർപ്പറേഷനിൽ. എന്താണ് ഇവിടെ നടക്കുന്നത്? മരിച്ചുകൊണ്ടിരിക്കുന്ന അനിൽകുമാർ എന്ന് പറയുന്ന CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു മേയറായിട്ട് അവിടെ ഇരുന്നത്. ഒരു CPIയുടെ ഒരു മാഡമായിരുന്നു ഡെപ്യൂട്ടി മേയറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ പിന്നെ പറയില്ല, ഷി വാസ് ജസ്റ്റ് റബ്ബർ സ്റ്റാമ്പ്, ഷി വാസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. അദ്ദേഹം പറഞ്ഞൊക്കെ കേൾക്കും. മേയർ പുരുഷനാണെങ്കിൽ വനിതയായിരിക്കാൻ ഡെപ്യൂട്ടി മേയർ, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ കൊച്ചി വെച്ച് തന്നെ തുടങ്ങാം, എന്നിട്ട് അതിലേക്ക് വരാം. ഞാൻ മെയിനായിട്ട് വെള്ളം കയറുന്ന ഡിവിഷൻ്റെ കൗൺസിലറായിരുന്നു. നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ വൃത്തിയാക്കാൻ നോക്കുകയാണെങ്കിലും റോഡുകൾ പലതും ജോയിൻ്റ് ഇല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും കൂടുതൽ കനാലുകളുള്ള വാർഡായിരുന്നു അത്. കറക്റ്റ്. ജോയിൻ്റ് ഇല്ല. ഈ നേരത്തെ പണിതിരിക്കുന്ന കല്ല്, മണൽ, കട്ട മുതലായ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കാണ്, കാനയുടെ ഉള്ളിലേക്കാണ് ഇട്ടിരിക്കുന്നത്. കാന പണിയാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ. ഇത് ഓരോന്നും നോക്കി 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 മാറ്റിക്കൊണ്ട് പോകാനായിട്ട് 3.5 കൊല്ലം കൊണ്ടാണ് എനിക്ക് കുറച്ചെങ്കിലും കഴിഞ്ഞത്. ഇപ്പോഴും അവസാനമൊക്കെ ആയപ്പോഴേക്കും അവിടെ വെള്ളക്കെട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ വെറും 5 മാസമായിട്ടുള്ള ശ്രീ രാജേഷിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെയും ഇങ്ങനെ ലൈവായിട്ട് അധിക്ഷേപിക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക തൊലിത്തട്ട് ദുരുദ്ദേശമായിരിക്കണം. ഞാൻ ഈ തിരുവനന്തപുരത്തെ പ്രശ്നങ്ങളെന്ന് പറയുകയാണെങ്കിൽ, എന്നിട്ട് വല്ലാത്ത പ്രശ്നങ്ങൾ തന്നെയാണ്, പെട്ടെന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള സർവാത്മകമുള്ള പ്രയത്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാറാത്തത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മാറ്റാനായിട്ട് നമ്മളുടെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല. എവിടെയൊക്കെയാണ് ഇതിൻ്റെ ദുരവസ്ഥ എന്ന് കണ്ടുപിടിക്കുക. മാത്രമല്ല പ്രിയൻ, ഞാൻ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ വിചാരിക്കുന്നു, ഇവിടെ പ്രശ്നമാണെന്ന് കാണിക്കുവാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ടാവും. ബ്ലോക്കാക്കി വെച്ചാൽ പോരെ? എവിടെയൊക്കെ നടന്നു പോയി ഞാൻ ബ്ലോക്കുകൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും വെള്ളക്കെട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുഴുവനും കുപ്പി, ഹെൽമെറ്റ്, തലോണ, വലിയ സൂട്ട് കേസുകൾ ഒക്കെയാണ് കാനയുടെ ഉള്ളിലേക്ക് ഇടുന്നത്. ജനങ്ങളെയും കുറച്ച് കുറ്റം പറയണം. ഒരു ചാനൽ കാണിക്കുകയാണ്, ആളുകൾ സ്വന്തം കൈകൊണ്ട് എടുത്ത് മാറ്റുന്നു, അഴുക്കുകൾ സ്വന്തം കൈകൊണ്ട് എടുത്ത് മാറ്റുന്നു. ഇതൊക്കെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയല്ലേ? അല്ലെങ്കിൽ ആദ്യമായി കേരളത്തിൽ അധികാരത്തിലെത്തിയ ഒരു കോർപ്പറേഷനെയും കുറിച്ചും മേയറെക്കുറിച്ചും സഹ കൗൺസിലർമാരെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി സ്വയമായിട്ട് CPMും കോൺഗ്രസ്, ഇന്ത്യ മുന്നണി ചെയ്യുന്ന കാര്യങ്ങളായിട്ട് ഇവിടെ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന എനിക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയും നമുക്ക് വ്യാഖ്യാനിക്കാമല്ലോ. നമ്മളിവിടെ ചെയ്യാനായിട്ട് തയ്യാറാണ്. ചെയ്യുന്നുണ്ടെങ്കിൽ മേയർ രാജേഷ് തന്നെ ഇറങ്ങി നിന്ന് പല കാര്യങ്ങളും, ജനങ്ങൾ പുറത്തിറങ്ങാത്ത സമയത്ത് പോലും പുറത്തിറങ്ങി നിന്ന് അദ്ദേഹം കൊടയും ചൂടിക്കൊണ്ടാണ് നേതൃത്വം നൽകുന്നത്. അങ്ങനെ ഒരു മേയറെ ഞാൻ കണ്ടിട്ടില്ല. ഫോൺ ചെയ്യുമ്പോൾ പറയും, പത്മജ ഞാൻ അയച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയണം, സാനു മാസ്റ്റർ വീടിനടുത്തെങ്ങാനും വെള്ളം കയറിയാൽ മേയർ അവിടെ ഉണ്ടാവും, കളക്ടർ അവിടെ ഉണ്ടാകും, ഫയർഫോഴ്സ് ഉണ്ടാവും. പക്ഷെ അതല്ലല്ലോ ജനങ്ങൾ എന്ന് തന്നെ. സാനു മാസ്റ്റർ നല്ല പൗരപ്രമുഖനാണ്, നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നല്ല പ്രായമായിട്ടുണ്ടായിരുന്നു, 95 വയസ്സൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വരേണ്ട കാര്യം തന്നെ. പക്ഷേ ബാക്കിയുള്ള ജനങ്ങൾക്കും ഇതേ പ്രശ്നങ്ങളുണ്ട്. അവർ താഴ്ന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ നമ്മൾ നോക്കണം. അപ്പം ഞാൻ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുജനങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യങ്ങളിൽ സക്രിയമായി ഇടപെടുന്ന ആര്യക്കുഞ്ഞിനെ പോലെ അല്ല ഈ മേയർ. ഇടപെടുന്നൊരു വ്യക്തിയാണ് നമ്മളുടെ ഇപ്പോഴത്തെ രാജേഷ്. അദ്ദേഹം രാത്രി വന്ന് നിൽക്കുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അനിൽ മേയർ രാത്രി വന്ന് നിന്നിട്ടില്ല. അദ്ദേഹം പറയുന്നത് അവിടെ ഫയർഫോഴ്സിനെ അയച്ചിട്ട് ഒരു ദിവസം 1.5 ദിവസത്തോളം ഞാൻ കൗൺസിലറായ സമയത്ത് വെള്ളം ഇറങ്ങുന്നില്ല. ഇതെന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണേ, അതെ കായലിൽ ഹൈ ടൈഡാണ്, അവിടെ കായലിൽ ലോ ടൈഡ് ആവട്ടെ, പന്നയിക്കുന്നു അറിഞ്ഞൂടേന്ന്.
ഒന്ന് ആലോചിച്ചു നോക്കൂ. 1.5 ദിവസം ജനങ്ങൾ കമ്പിയിൽ തൂങ്ങി കിടക്കുകയാണ്, ജനലിൻ്റെയൊക്കെ കമ്പിയിൽ. 1ാം നിലയില്ലാത്തവരുടെ പുറത്ത് ടെറസിൽ പോയി നിൽക്കാൻ പറ്റില്ല, മഴയല്ലേ. ഡൈനിങ് ടേബിളൊക്കെ കഴിഞ്ഞ് നിറഞ്ഞു വരിക. ഇപ്പം ഈ മാപ്പറ ചോദിക്കുന്നത് അരയറ്റം എന്താണ് കാലിൻ്റെ അത്രയും പൊക്കത്തിൽ വെള്ളം ഉണ്ടെന്ന്. അതൊന്നുമല്ല, ഇത് ഇത്രയും വെള്ളത്തിൽ എൻ്റെ ഡിവിഷനിലെ ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ നിന്നിട്ടുണ്ട്, അതിനു മുമ്പ് കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ നിന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇവർക്ക് ചോദ്യം ചെയ്യാനില്ലേ? അങ്ങനെ ഞാനൊരു കമ്പാരിസനായിട്ട് പല അർത്ഥത്തിലേ എടുക്കണ്ട. പക്ഷേ ഇതിനു മുമ്പ് ഭരിച്ചിരിക്കുന്ന പല ആളുകളും കൃത്യമായിട്ട് അവരുടെ കടമ നിർവഹിക്കാതിരുന്നത് കൊണ്ടാണ് ഇത്രയും ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. CSMൽ തന്നെ കൊച്ചി സ്മാർട്ട് മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തത് തിരുവനന്തപുരത്തുമുണ്ട്. അവിടെ തന്നെ മെയിൻ ഡിവിഷനിൽ, അതായത് ക്ലബ് റോഡ് എന്ന് പറയും, രാമവർമ്മ ക്ലബ്ബ്, കളക്ടറുടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതാണ് ദർബാർ ഹാൾ ഗ്രൗണ്ട്. ഞാൻ എൻ്റെ ഡിവിഷനിലെ കാര്യം പറഞ്ഞാണ് കമ്പയർ ചെയ്യുന്നത്. ദർബാർ ഹാൾ ഗ്രൗണ്ട് എല്ലാവർക്കും അറിയാം, ശിവക്ഷേത്രത്തിന് മുമ്പിൽ. ഇവിടെ നിന്ന് ഇങ്ങനെ കാന വരുന്നു ദർബാർ ഹാൾ ഗ്രൗണ്ടിൻ്റെ സൗത്ത് സൈഡിൽ കൂടെ, ഈസ്റ്റേൺ സൈഡിൽ കൂടെയും വരുന്നുണ്ട്. നടുക്ക് വന്നിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ഈ വന്ന വെള്ളം തിരിച്ച് ഒഴുകി എവിടെ കൂടെയോ പോകണം. ഇവിടെ ഇപ്പുറത്ത് വന്ന് നിൽക്കുന്ന വെള്ളം തിരിച്ച് എവിടെ കൂടെയോ പോകണം. ഇത് തമ്മിൽ കണക്ഷൻ ഇല്ല. ഞാൻ ചാർജ് എടുത്ത് ഇങ്ങനെ നടക്കുന്നു എന്ന് മനസ്സിലായിട്ട് അവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരു ദിവസം എന്നോട് പറഞ്ഞു, മാഡം ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അവർ കാണിച്ചു തന്നു. അപ്പം ഇങ്ങനെയാണ് സ്മാർട്ട് മിഷൻ്റെ എഞ്ചിനീയർമാർ പോലും പണിത് വെച്ചിരിക്കുന്നത്. ആരുടെ പൈസ? എൻ്റെയും പ്രിയൻ്റെയും പൈസ അല്ലേ? ഇത് കേന്ദ്ര സർക്കാർ തന്നു എന്ന് പറഞ്ഞാൽ അതായില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കാനും കൂടെ ഒരു സാവകാശം നമ്മൾ ശ്രീ രാജേഷ് ജിക്കും സഹ കൗൺസിലർമാർക്ക്, അത് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, കൊടുക്കണം. ജനങ്ങളുടെ നന്മ ജനങ്ങളോടൊപ്പം ഇന്ന് പറഞ്ഞിട്ടാണ് വോട്ട് ചോദിച്ച് നമ്മൾ ചെല്ലുന്നത്. MLA MP പോലെയൊന്നുമല്ല, ദിവസവും കാണുന്നത് കൗൺസിലറെയാണ്. മിനിങ്ങാന്ന് ഇവിടെ മഴ പെയ്തപ്പോൾ എന്നെ വിളിച്ചു, കൗൺസിലറെ. കൗൺസിലറോ? അല്ല മാഡം, ഇവിടെ ഭയങ്കര വെള്ളക്കെട്ട്. ഞാൻ ഇപ്പോൾ കൗൺസിലറല്ല. ആരാണ് പുതിയ കൗൺസിലർ? കണ്ടിട്ടേ ഇല്ല. മാഡം ഉള്ളപ്പോൾ എപ്പോഴും ഓടി നടക്കുമായിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു പുതിയ കൗൺസിലറുടെ പേര്. ഫോൺ നമ്പർ എനിക്കറിയില്ല, നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മേയറെയാണ് നമുക്ക് രാജേഷിൽ കാണുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഫോൺ എടുക്കാണ്ടിരിക്കാമല്ലോ. ഈ മാപ്പറ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാണ്ടിരിക്കാമല്ലോ. ഇതിനാണ് വിളിക്കുന്നതെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ ഹി പിക്ഡ് അപ്പ് ദ ഫോൺ. അവർ ചോദിക്കുന്ന കുത്തിയുള്ള നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, ഞാൻ കണ്ടതാണ്, ലൈവ് കണ്ടതാണ്. 4-5 മാസമായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അല്ല, ആ കുത്തി ഇറിറ്റേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് അതേ നാണയത്തിൽ വ്യക്തവും ദൃഢവുമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. തല കുമ്പിട്ടില്ല. കാരണം അദ്ദേഹം ഇപ്പൊ ആര്യക്കുഞ്ഞ് അവിടെ കൊളവാക്കിയിട്ടിട്ട് പോയിരിക്കുക. നമ്മൾ കണ്ടല്ലോ പിണറായിയുടെ മകളുടെ പ്രശ്നത്തിന്റെ സമയത്ത് ആര്യക്കുഞ്ഞ് പതുക്കെ ഇങ്ങനെ വന്ന് TV മുമ്പിൽ നിന്ന് ജയ് ഇങ്കുലാബ് സുന്ദാബ് എന്നെ വരുന്നില്ല, ക്യാമറ എന്നല്ലേ ഫേവർ ചെയ്യണേ, നമ്മൾ ഒരു ആവേശം ഒന്നും ഇല്ലാണ്ട്. പക്ഷെ വരാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അവർ നശിപ്പിച്ചിട്ട് പോയ 5 വർഷത്തെ ലെഗസി. ഇപ്പം നമ്മൾ പറയും ഇവിടെ എറണാകുളത്ത് ലെഗസി വേസ്റ്റ് എന്ന് പറയും, ബ്രഹ്മപുരത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും കൊണ്ട് ശേഖരിച്ചിട്ടിരിക്കുന്ന മലയോളം വളർന്നു കിടക്കുന്ന വേസ്റ്റാണ് കത്തിപ്പറയുന്നത്. പ്രിയനറിയാലോ. അതുപോലെ അവർ ഇദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് പോയ ലെഗസി ക്ലിയർ ചെയ്തെടുക്കാനായിട്ടുള്ള കുറച്ച് സമയം അടുത്ത മഴക്കാലം വരെയെങ്കിലും കണ്ടുപിടിക്കും. ഞങ്ങൾ അതിൻ്റെ കണക്ഷൻസ് കണ്ടുപിടിക്കും, ആ ജോയിൻറ്റ്സ് കറക്റ്റാക്കും, ആരൊക്കെയാണ് വേസ്റ്റ് ഇടുന്നതെന്ന് കണ്ടുപിടിക്കും. എല്ലാ ഹോട്ടലുകളുടെയും ചെറിയ പെട്ടിക്കടകളുടെ ഒക്കെ വേസ്റ്റ് നമ്മളുടെ കാനുകളിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് വന്ന് അത് ചെക്ക് ചെയ്ത് അവർക്ക് പറ്റില്ല, അതിനുള്ള പെർമിഷൻ കൊടുക്കരുതെന്നൊക്കെ ഉണ്ട്. പക്ഷേ കിംകളം മേടിക്കുന്ന വ്യഗ്രതയിൽ അതൊക്കെ കണ്ണടയ്ക്കും. പക്ഷേ മേയർ രാജേഷും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അങ്ങനെയുള്ള ആൾക്കാരല്ല. പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാൻ സമയം വേണം. 4 മാസമേ ആയിട്ടുള്ളൂ, 5 മാസമായിട്ടുള്ളൂ. എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ, എവിടെയൊക്കെ കണക്ടിവിറ്റി ഇല്ല, എവിടെ നിന്നൊക്കെയാണ് വെള്ളം ഒലിച്ചു വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് അനധികൃതമായിട്ട് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്. പലരും ബ്ലോക്ക് ചെയ്ത് കളയും. ചേംബറുകൾ ഉണ്ടാക്കും ഹോട്ടലുകൾ. ഈ വലിയ കാനകളല്ലേ, അപ്പോൾ കാശ് ചിലവില്ലാണ്ട് ചേംബറുകളൊക്കെ കാനയുടെ ഉള്ളിൽ പണിയുന്നത്. അതൊക്കെ കണ്ടുപിടിക്കാൻ സമയം വേണം. ഈ ഒരു മഴക്കാലത്ത് തന്നെ അവർ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മഴ സമയത്ത് വെള്ളക്കെട്ട് ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ കുറച്ച് സഹായം നമ്മളും കൂടെ കൊടുക്കണം. പ്ലാസ്റ്റിക് കുപ്പി നമ്മളുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് നമ്മളുടെ വീട്ടിൽ കളയാം. ഉടനെ എവിടെ കാന കണ്ടാലും പ്രിയം വിശ്വസിക്കില്ല, കാനയുടെ ഉള്ളിലേക്ക് വെള്ളം പോകാനുള്ള ചെറിയ ഓട്ടം അതിൻ്റെ ഉള്ളിൽ തിരികെ വയ്ക്കും ഈ പ്ലാസ്റ്റിക് കുപ്പി. ഒന്ന് ആലോചിച്ചു, നമ്മളുടെയൊക്കെ സിവിക് സെൻസ് എവിടെ പോയി? അത് വെള്ളം ഒഴുകാനുള്ളത് അടച്ചു വയ്ക്കുക. കാരണം കുപ്പി എവിടെയെങ്കിലും കൊണ്ട് കളയണ്ടേ? അല്ലെങ്കിൽ ലേസ്, ബിങ്കോസ്, അതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ടല്ലോ, റാപ്സ് ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് വയ്ക്കും. അത് റോഡിൽ കാണുന്ന പോലെ ഇട്ടോളൂ, പിക്കപ്പ് ചെയ്തോളൂ ഹരിതകർമ്മസേന, അല്ലെങ്കിൽ റോഡ് അടിക്കാൻ വരുന്ന ആൾക്കാർ. അതൊന്നും ചെയ്യാണ്ട് വേറെ കുറ്റം പറഞ്ഞതിൽ കാര്യമില്ല. എറണാകുളത്ത് അശാസ്ത്രീയമായിട്ട് ധാരാളം കാര്യങ്ങൾ റോഡ് പൊക്കിക്കൊണ്ടേയിരിക്കുക. മഴ
എന്താണ് വെള്ളം ഉണ്ടാവരുത്, റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടായതെന്ന് റോഡ് പൊക്കുക. വിത്ത് റിസൾട്ട് എല്ലാ വീടുകളും കുഴിയിലാണ്. അപ്പോൾ അവിടെ വെള്ളം കിടക്കില്ലേ. ആ വെള്ളം എങ്ങനെ പോവും? കാനകളിലേക്കാണ് പോകേണ്ടത്. പക്ഷെ കാനയും നിറഞ്ഞിരിക്കുകയാണ്. ഇത് മുഴുവൻ സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്ത് ഒരു എൻജിനീയറുടെ സഹായത്തോടു കൂടി അനലൈസ് ചെയ്താൽ മാത്രമേ തിരുവനന്തപുരം മാത്രമല്ല എല്ലാ നഗരങ്ങളിലും ഉള്ള പ്രശ്നങ്ങൾ നടക്കുകയുള്ളൂ. ഈ ശ്രീധരൻ സാറിൻ്റെ ഞാൻ കൗൺസിലറായ ഉടനെ ചോദിച്ചു, സാർ ഇവിടെ മുല്ലശ്ശേരി കനാലിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് അങ്ങോട്ടേക്ക് വെള്ളം ഒഴുകും, അത് കായലിലേക്കാണ് പോണേ. നാച്ചുറൽ ഫ്ലോ എന്ന് പറയുന്നത് റെയിലിൻ്റെ സൈഡിലേക്ക്, ഈസ്റ്റേൺ സൈഡിലേക്ക്. അദ്ദേഹം പറയാം, പത്മജ ഈ മുല്ലശ്ശേരി കാന നിങ്ങളുടെ ഡിവിഷനെ മാത്രമല്ല കൊച്ചി നഗരത്തെ കുളിപ്പിച്ച് കിടത്തുന്നു. കാരണം ഒരു ഷട്ടർ ഇട്ടാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, വെള്ളം പോകണമെന്നും വരുന്നതും. മേയർ പറഞ്ഞു എന്ന് പറഞ്ഞില്ല, 1.5 ദിവസമാണ് എൻ്റെ ഡിവിഷനിൽ വെള്ളം തന്നെ. ഷട്ടർ പൊക്കിയാലേ നഗരത്തിൽ നിന്നുള്ള വെള്ളം കായലിലേക്ക് പോകുള്ളൂ. കായലിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുമ്പോൾ എങ്ങനെ ഷട്ടർ പൊക്കാൻ പറ്റും? ഈ ശ്രീധരൻ സാറിനെ പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ അങ്ങനെ പറയണമെങ്കിൽ അതിലെന്തെങ്കിലും ശാസ്ത്രീയമുണ്ട്. അശാസ്ത്രീയമായിട്ട് കാശ് കിട്ടുവാൻ വേണ്ടി മാത്രം പണിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശ്രീ രാജേഷിക്ക് സമയം കൊടുക്കൂ. മേയർ ഒരു ദിവസം എന്നോട് പറഞ്ഞു, പത്മജ 10 കോടി രൂപ മുല്ലശ്ശേരിക്ക് വന്നിട്ടുണ്ട്, ഹാപ്പി ആയില്ലേ? ഞാൻ എത്ര ബെൻസുകാരെ മേടിക്കാനുണ്ട്? ഞാൻ മേയറിന് അർത്ഥം മനസ്സിലായി. ഇതുകൊണ്ടൊന്നും ഇവിടുത്തെ വെള്ളക്കെട്ട് പോവില്ല എന്ന് മേയറിന് മനസ്സിലായി. മേയർ 5 പൈസ മേടിക്കുന്നില്ല. അതിനർത്ഥം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുന്നില്ല. ശ്രീ രാജേഷിയും ഇതുപോലെ കൗൺസിലർമാരും ഇറങ്ങി നടന്ന് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗിവ് ദം ടൈം. ഇപ്പോഴും ഹണിമൂൺ പീരീഡിൽ തന്നെയാണ്. ഇത്രയ്ക്ക് ശാസനാരൂപത്തിൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ കമ്മി മാപ്രകളുണ്ടല്ലോ, അന്തം കമ്മി, നാണം കെട്ട കുറേ വർഗമുണ്ട്, അവരുടെ പരിപാടിയാണത്. അതിലൊന്നും നമ്മൾ വീഴൂല. അത്രേ ഉള്ളൂ.